ഡേ 3 ഇൻ മലേഷ്യ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ സ്റ്റേ ഷിഫ്റ്റ് ചെയ്യാണ് കേട്ടോ. 2 ദിവസം ബിന്താങ്ങിന്റെ സെന്ററിലാണ് നിന്നത്. ഇനി അടുത്ത 2 ദിവസം നമ്മൾ വേറൊരു ഹോസ്റ്റലാണ് നിൽക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ റെഡിയായി നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തു കേട്ടോ. ഇവിടെ ഗ്രാബും ഇൻഡ്രൈവും ആണ് ആപ്സ് ഉള്ളത്. ഏത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇന്ന് ചെക്ക് ഇൻ ചെയ്യുന്നത് പോഷ് പാക്ക് സ്കൈലൈൻ ഹോസ്റ്റലാണ് കേട്ടോ. അടിപൊളി ഒരു ഹോസ്റ്റൽ, ഞാൻ അത്രയ്ക്ക് സജസ്റ്റ് ചെയ്യും. കാരണം ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല വ്യൂ കണ്ടോ, ഇതാണ് ബാൽക്കണി വ്യൂ വരുന്നത്. നിങ്ങൾ സോളോ പോവുകയാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ട് പോവുകയാണെങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം അടിപൊളിയാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഫ്രണ്ട്സിനെ മേക്ക് ചെയ്യാം. ഒരുപാട് ഫോറിനേഴ്സ് ആയിരിക്കും കൂടുതൽ കേട്ടോ. അടിപൊളിയായിരിക്കും, നൈസാണ്, നല്ല ക്ലിയർ സ്പേസ് എന്ന് പറയില്ലേ. അങ്ങനെ നമ്മൾ ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ച് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പോകാൻ പോകുന്ന ലൊക്കേഷൻ ഇന്ന് ത്യാൻഹു ടെമ്പിൾ ആണ് കേട്ടോ. ഇങ്ങനെ തന്നെയാണോ പ്രൊണൗൺസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ടെമ്പിൾ ആണ്. മലേഷ്യയിൽ വരുമ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് കേട്ടോ. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കളർഫുൾ വൈബാ. ഫുൾ റെഡ് കളറിന്റെ ഒരുപാട് അലങ്കാരപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര അടിപൊളി വൈബാ. നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. നല്ല കിഡിലൻ ഒരു വ്യൂ ആണ്. അതുമല്ല ഈ ടെമ്പിൾ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഒരു പീസ്ഫുൾ വൈബാണ്, നൈസാണ്. ഇതിന്റെ അകത്തൊക്കെ കയറി നമുക്ക് പ്രേ ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല വിശപ്പായിരുന്നു. അതിന്റെ താഴെ തന്നെ നല്ലൊരു ഫുഡ് കൗണ്ടർ ഉണ്ട് കേട്ടോ. നല്ല കിഡിലൻ ഒതന്റിക് മലേഷ്യൻ ഫുഡ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മൾ തിരിച്ച് ഹോസ്റ്റലൊക്കെ എത്തി റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ ഒന്നൊരു ഈവനിങ് വാക്കിന് ഇറങ്ങി കേട്ടോ. കോലാലംപൂരിലെ തന്നെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ പെട്രോനാസ് ട്വിൻ ടവർ രാത്രിയിലത്തെ വ്യൂ എങ്ങനെയുണ്ടെന്ന് കാണാനാട്ടോ. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. ബ്യൂട്ടി എന്നൊക്കെ പറയില്ലേ. അങ്ങനെ നമ്മൾ കുറെ നേരം ചില്ല് ചെയ്ത് നടന്നു. ഇത് ഞങ്ങളുടെ ഹോസ്റ്റലിലെ ബാൽക്കണി വ്യൂ ആണ് കേട്ടോ. രാത്രി ഇതും കണ്ടിരിക്കുക എന്ത് രസമാണെന്ന് അറിയോ. പിന്നെ ഞങ്ങൾ പോയത് പെരുന്നാളിന്റെ സമയമായതുകൊണ്ട് ഇവിടെ ഫുൾ വെടിക്കെട്ടായിരുന്നു. കാരണം മലേഷ്യ ഒരു മുസ്ലിം കൺട്രിയാണ്, അതുകൊണ്ട് ഭയങ്കര ആഘോഷമായിരുന്നു. ഇതാണ് എൻ്റെ ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ കേട്ടോ. ഇതൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് ഡേ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് നൈസ്. സ്റ്റേ ട്യൂൺ.